ഞാൻ ഈ ഒരു വീഡിയോ കൂടി ചെയ്യാൻ തീരുമാനിച്ചത് കേരളത്തിലെ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു വഞ്ചന, ഒരു കൊടും ചതി, അത് പബ്ലിക്കിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലയിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിലും താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സമയത്ത് ബാബാസാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ രൂപപ്പെട്ട ഒരു സംവിധാനമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരാണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും ബ്രിട്ടീഷുകാർ രാജ്യം വിടണമെന്നുള്ള സമരം നടക്കുമ്പോഴും അവരെന്ന് പോകുന്നോ അഥവാ ഈ രാജ്യം ഇന്ത്യക്കാരുടെ കയ്യിൽ എത്തുന്നു അന്ന് വരെയും പിന്നീട് അതിനുശേഷം ഭരണഘടനാപരമായി ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് 1936 താഴ്ന്ന തസ്തികകളിലേക്ക് അതിനനുയോജ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളെ സർക്കാർ സേവനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പേരിൽ ഉണ്ടാകണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ഭരണഘടന വരുന്നതിന് മുമ്പ് തന്നെ ബാബാസാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നടപ്പിലാക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ മതിയായ വിദ്യാഭ്യാസമുള്ള യുവതി യുവാക്കൾ അതിൽ പ്രായപരിധി വെച്ചിട്ടുണ്ട്. ആ യുവതി യുവാക്കൾ അവരുടെ പേരും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അടങ്ങുന്ന സംവിധാനം ഈ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയും. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് അത് മുൻഗണനയും അതുപോലെ തന്നെ പ്രായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വകുപ്പുകളിലും വരുന്ന താഴ്ന്ന തസ്തികയിലെ ഒഴിവുകളിലേക്ക് ഇങ്ങനെ ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ കുറഞ്ഞ സമയമായിട്ടുള്ള 6 മാസത്തേക്കെങ്കിലും എടുക്കാറുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ ചലനാത്മകമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴി സ്ഥിര നിയമനക്കാർ വരുന്നത് വരെ പൊതുസമൂഹത്തിൻ്റെ സർക്കാർ ആവശ്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും അവിടെ വിദ്യാഭ്യാസ യോഗ്യതയും പേരും രജിസ്റ്റർ ചെയ്യുന്നതും അത് 3 വർഷം കൂടുമ്പോൾ പുതുക്കുകയും ചെയ്യുന്നത്. ഇത്തരം മഹത്തരമായിട്ടുള്ള ഒരു സംവിധാനത്തെ അട്ടിമറിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു വലിയ കൊടുംചതിയാണത്. ഇതിനേക്കാൾ വളരെ വിരോധാഭാസകരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് 1956 കേരളം എന്ന് പറയുന്ന സംസ്ഥാനം നവംബർ 1 രൂപപ്പെടുമ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനമായി കേരള പബ്ലിക് സർവീസ് കമ്മീഷനും അന്ന് രൂപപ്പെട്ടു. അതിൻ്റെ ലക്ഷ്യം ഈ സർക്കാർ മേഖലയിൽ വരുന്ന ഒഴിവുകൾ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എഴുത്ത് പരീക്ഷയും അതുപോലെ തന്നെ അഭിമുഖങ്ങളും അടക്കം വേണ്ടതിനാണെങ്കിൽ അങ്ങനെയും ചെയ്ത് എഴുത്ത് പരീക്ഷ നിർബന്ധമാണ് ചെയ്തുകൊണ്ട് മതിയായ യോഗ്യതയുള്ള ആളുകളെ സർക്കാർ സർവീസിൽ സ്ഥിര നിയമനം നടത്തിക്കൊണ്ട് സർക്കാർ സേവനത്തിന് നിയമിക്കുന്ന ഒരു സംവിധാനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് കേരളത്തിൽ 1957 മുതൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോഴൊക്കെ തന്നെ ഈ പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി വെച്ചുകൊണ്ട് മതിയായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്ത ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയക്കാരായത് മാത്രം യോഗ്യതയാക്കി എടുത്തുകൊണ്ട് ഇത്തരം താഴ്ന്ന സംവിധാനങ്ങളിൽ നിയമിക്കുന്ന ഒരു പതിവ് രീതി ഇപ്പോഴുമുണ്ട്. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ നടത്തിയിട്ട് പരീക്ഷ നടത്തി ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിൽ നിന്നും ആളുകളെ എടുക്കുക എന്ന് പറയുന്നതിന് പകരം
ലിസ്റ്റ് തയ്യാറാക്കി ഇങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ അനുവർത്തിച്ചു വരികയാണ്. അത് ആ യുവതിയുവാക്കളെ വഞ്ചിക്കുകയാണ്. ഇവർക്ക് വോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷക്കാരനായാലും വലതുപക്ഷക്കാരനായാലും അവരുടെ കുത്തക വോട്ടുകൾ കൊണ്ട് മാത്രമല്ല അവർ ജയിക്കുന്നതും ഭൂരിപക്ഷം ഉണ്ടാകുന്നതും അവർ അധികാരത്തിൽ വരുന്നതും. ഇടതുപക്ഷ വിശ്വാസികളോ അല്ലെങ്കിൽ വലതുപക്ഷ വിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഇവർ രണ്ടുപേരും മാറി മാറി അധികാരത്തിൽ വന്നത്. എന്നിട്ടും അവരുടെ കൂടെ നിൽക്കുന്ന ഏറാൻമൂളികളായിട്ടുള്ള ആളുകളെ അവർ തെരഞ്ഞു പിടിച്ച് ഇതുപോലെ പിൻവാതിൽ നിയമനം നടത്തി പബ്ലിക് സർവീസ് കമ്മീഷനെ കാലങ്ങളായി നോക്കുകുത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ആരും ചോദിക്കത്തില്ല. വേറെ ഈ ഇടതുപക്ഷം ചെയ്യുമ്പോൾ വലതുപക്ഷത്തിന് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, അവരും ഇത് ചെയ്യും. അപ്പം വലതുപക്ഷം ഭരിക്കാൻ വരുമ്പോൾ ഇടതുപക്ഷവും ചോദിക്കത്തില്ല, കാരണം ഇവർക്കും ചെയ്യണമല്ലോ. പിന്നെ നിഷ്പക്ഷമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഈ പക്ഷത്തൊക്കെ തന്നെയാണ്. അപ്പം പിന്നെ പുതിയതായിട്ട് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കേരളം നാളെ മുതൽ അവർ ഭരിക്കുമെന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നെങ്കിലും അവരും ഇതൊന്നും ഇടപെടില്ല. കാരണം ഇവരെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതെന്ത് പറയട്ടെ, അത് രാഷ്ട്രീയമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇത്തരം സംവിധാനങ്ങൾ നടപ്പിലാക്കാത്തത് കൊണ്ട് ഭൂരിപക്ഷം വരുന്ന പട്ടിക പിന്നാക്ക മതന്യൂനപക്ഷങ്ങളുടെ തൊഴിലവസര നിഷേധമാണ് നടത്തുന്നത്. ഈ പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി സ്ഥിര നിയമനം കിട്ടുന്ന സംവിധാനം ഇങ്ങനെ അട്ടിമറിക്കപ്പെട്ടെങ്കിൽ വലിയൊരു ചതി, കൊടുംചതി. ഇത് ഒരാളും കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനവും പാവപ്പെട്ടവന്റെ രാഷ്ട്രീയമാണെന്ന് പറയുമ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കാണിച്ചു വച്ചിരിക്കുന്ന ഒരു ചതി എന്ന് പറയുന്നത്, നമ്മൾ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും കൂടി ചേർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് കേരളത്തിൽ യുവതിയുവാക്കളുണ്ട്. അവർ സാധാരണ PSC പരീക്ഷ എഴുതി ലിസ്റ്റിലിട്ട് കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് അവിടെ കിടന്നൊന്നും നിയമനമില്ല. അങ്ങനെ മനമെടുത്ത് അവർ വിദേശത്തേക്ക് പോകും. അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ ഒരു നല്ല ശതമാനം യുവതിയുവാക്കൾ വിദേശത്തേക്ക് പോവുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എൻ്റെ ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ കണക്കുള്ള പണി കാണിച്ചു വെച്ചിരിക്കുക. എന്താണത്? ഏറ്റവും ഗുരുതരമായിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേരും വിദ്യാഭ്യാസ യോഗ്യതയും രജിസ്റ്റർ ചെയ്തിട്ട് താൽക്കാലികമായിട്ട് 6 മാസമെങ്കിലും ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങിക്കാമല്ലോ എന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന യുവതിയുവാക്കൾക്ക് ആണ് ഈ ചതി ഉണ്ടായിരിക്കുന്നത്. ഇനി മുതൽ താഴ്ന്ന തസ്തികയിൽ കേരളത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ ആശ്രയിക്കേണ്ടതില്ല. എത്ര മനോഹരമായൊരു തീരുമാനം! അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നൊരു നഷ്ടമെന്ന് പറയുന്നത് വലിയതാണ്. അതായത് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനത്തിന് വേണ്ടി ആളുകളെ, ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുമ്പോഴും രാജ്യത്ത് ഭരണഘടനാപരമായി സംവരണം ലഭിക്കേണ്ടുന്ന പട്ടിക പിന്നാക്ക മതന്യൂനപക്ഷങ്ങളെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ EWS ഉണ്ട്. ഇവരെ എല്ലാവരെയും ചതിച്ചിരിക്കുകയാണ്. ഈ താൽക്കാലിക നിയമനം ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതായത് ഇവിടെ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ ഒരു ദേശീയ പദ്ധതിയായിട്ട് കൊണ്ടുവന്ന ആ സംവിധാനത്തെ കേരളത്തിൽ അത് ഇടതുപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് CPM-ൻ്റെയും ഭാഗമാക്കി ആ തൊഴിലുറപ്പ് സ്ത്രീകളെയൊക്കെ ഭയപ്പെടുത്തി കൂടെ നിർത്തിയിരിക്കുകയാണ്. ഇത് ഇവരുണ്ടാക്കിയതാണ്. ഇവർ വിചാരിച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മാറ്റം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് നിർത്തുക. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട്. ഇനി ആ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരത്തിൽ വരാൻ വോട്ട് വാങ്ങിക്കുന്നതിന് കാണിക്കുന്നത് കൂടാതെ ഈ പാവപ്പെട്ടവരുടെ ദൈനംദിന ജീവിതത്തെ പോലും അട്ടിമറിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു ഇടതുപക്ഷ ഗവൺമെന്റ്. എന്താണെന്നറിയുമോ? ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ മതിയായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ രജിസ്റ്റർ ചെയ്താൽ അവിടെ നിന്നാണ് മതിയായ നിയമനം നടത്താൻ വേണ്ടി കഴിയുന്നത്. അവിടെ ഇനി മുതൽ കുടുംബശ്രീ, അത് ഇടതുപക്ഷവും വലതുപക്ഷവും എടുത്തിട്ടുണ്ട്. കൂടുതലും CPM-ന്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ഈ കുടുംബശ്രീ വഴി താഴ്ന്ന തസ്തികയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കണം.
അതോടൊപ്പം തന്നെ കെക്സോൺ എന്ന് പറയുന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയായ അതുവഴിയും എടുത്താൽ മതി. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഇനി അങ്ങനെ ഇത് വേണ്ട. ഈ വിദ്യാഭ്യാസം നേടിയ യുവവാക്കൾ അവരുടെ തൊഴിലിൻ്റെ ആഗ്രഹം സബലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ യോഗ്യതയും അവരുടെ പേരും വിലാസവും രജിസ്റ്റർ ചെയ്തിട്ട് താൽക്കാലികമായ ജോലിയെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരുടെ ആ തലമണ്ടക്കിട്ട് വലിയ മുട്ട മടി കൊണ്ട് അടിച്ച് തകർക്കുന്ന പണിയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാലോചിക്കുക, അവർ ഈ കുടുംബശ്രീ വഴി എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമല്ലേ, രാഷ്ട്രീയ പ്രേരിതമായിട്ടും രാഷ്ട്രീയ സ്വാധീനത്തിലും തൽപര കക്ഷികളെ പക്ഷപാതിത്വപരമായിട്ട് എടുക്കുക എന്ന ദുഷ്ടലാക്കിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് ആർക്കും മനസ്സിലാവാത്തത്? ഇവിടുത്തെ സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ലായിരിക്കാം. പക്ഷെ ഇതിനെ എതിർക്കണം. ഇവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും പബ്ലിക് സർവീസ് കമ്മീഷനും ഉള്ളപ്പോൾ അത്തരം ഭരണഘടനാ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരം ആളുകളുടെ താല്പര്യം, രാഷ്ട്രീയ താല്പര്യം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയെ എതിർക്കണ്ടേ? എതിർത്തില്ലെങ്കിൽ പെടാപ്പാടുപെട്ട് കഴിച്ചും കഴിക്കാതെയും ഉടുത്തും ഉടുക്കാതെയും മക്കളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളോട് ഇത്തരം കൊടും ക്രൂരത ചെയ്യാമോ? ഇതിനെ എതിർക്കാതിരുന്നു കഴിഞ്ഞാൽ ഇനി നാളെ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ സംഭവിപ്പിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഞാൻ ഈ പറയുന്ന വിഷയത്തെ വളരെ ഗൗരവമായി തന്നെ എടുക്കണം. കാരണം ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇത്തരം ആളുകൾ ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ ഭരണകക്ഷികളായി മാറുമ്പോൾ ഉണ്ടാകുന്ന അതീവ ആപത്താണ് ഈ കാണിക്കുന്നതൊക്കെ. ഇവർക്ക് വോട്ട് ചെയ്ത് പിന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ മാത്രമാണോ? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുന്നതിന് പകരം അവസര സമത്വം നഷ്ടപ്പെടുത്തുക, പക്ഷപാതിത്വപരമായിട്ടുള്ള നിലപാട് രാഷ്ട്രീയമായി നടപ്പിലാക്കുക ബുദ്ധിയുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങേയറ്റം അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് പാവപ്പെട്ടവൻ്റെ ഗവൺമെൻറ് ആണെന്ന് പറയുന്നത് ഇവർ തന്നെയാണ് ഈ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ ഇത്തരം ചതി കാണിച്ചിരിക്കുന്നത്. ഈ ചതിയെ തിരിച്ചറിയണം. ഈ ചതി എന്ന് പറയുന്നത് ചെറുതല്ല. നിങ്ങളതിൻ്റെ ആഴവും പരപ്പും വ്യാപ്തിയും മനസ്സിലാക്കണം. ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ PSCയെ പോലെ നോക്കൂത്തിയാക്കിയിട്ട് കുടുംബശ്രീകൾക്ക് അതിനുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ മുൻകൈ ആർക്കാണ് ഇന്ന് കേരളത്തിൽ? അവരുടെ ഇടയിൽ നിന്നും അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ മാത്രം ഈ താൽക്കാലിക നിയമനം പോലും ഇവിടെ കിട്ടത്തുള്ളൂ. ഈ താൽക്കാലിക നിയമനത്തിൽ വേറെ ചില ഉടായ്പകളുണ്ട്. എന്താണെന്നറിയുമോ? താൽക്കാലികമായി ഇങ്ങനെ കുറച്ച് ആളുകളെ എടുത്തേച്ച് ഇവരുടെ ഭരണകാലഘട്ടം അവസാനിക്കുമ്പോൾ ഒരു ഉത്തരവുണ്ടാക്കും. താൽക്കാലികമായി ഇന്ന തസ്തികയിൽ ജോലി ചെയ്ത താഴ്ന്ന തസ്തികയിലെ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും സ്ഥിരപ്പെടുത്തിക്കൊണ്ടൊരു ഉത്തരവിടും. അപ്പോൾ ഇവിടെ മതിയായ വിദ്യാഭ്യാസം ചെയ്ത് അർഹമായ രീതിയിൽ കൃത്യമായും വ്യക്തമായും സത്യസന്ധമായും ജോലി ചെയ്യാൻ കഴിയുന്ന യുവാക്കൾ അടങ്ങിയിട്ടുള്ള കുടുംബങ്ങൾ എന്തു ചെയ്യും? അവർ വലിയ പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ എല്ലാം ഒന്നടങ്കം പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം തന്നെ ഇത്തരം കുടുംബങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചതിയാണ് കാണിക്കുന്നത്. ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ? നിശബ്ദമായിട്ടിരിക്കുകയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ഭയത്തോടുകൂടി കാണുകയോ അവരാക്രമിക്കുമെന്നോ കൊലപ്പെടുത്തുമെന്നോ അല്ല പഞ്ചായത്തുകളിൽ നിന്നുള്ള ആനുകൂല്യം തരത്തില്ലെന്നോ ഒക്കെ പറഞ്ഞുള്ള ഭീഷണി ഉണ്ടാകുന്നത് കാരണം പലരും നിശബ്ദമായി ഇരിക്കുകയാണ്. ഈ നിശബ്ദതയാണ് ഇത്തരം ഈ കുൽസിത രാഷ്ട്രീയ ബുദ്ധി പ്രയോഗിക്കാനായിട്ട് ഇവരെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും എല്ലാവരും ജനിച്ചാൽ മരിക്കണം, പിന്നെ എന്തിനു പേടിക്കുന്നത്? ഇത്തരം ഭയപ്പാടുകളിലൂടെ നമ്മളുടെ അവസരങ്ങളെ, നമ്മളുടെ ജീവിക്കാനുള്ള അവകാശത്തെ, മനുഷ്യാവകാശത്തെ ഒക്കെ ഒന്നാകെ കൊള്ളയടിക്കില്ലേ? ഈ നീതി നിഷേധത്തിന് എതിരെ രാഷ്ട്രീയമായി പക്ഷപാതിത്വം പിടിക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളിത് വളരെ ഗൗരവമായിട്ടെടുക്കണം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി മാത്രമായിരിക്കണം താഴ്ന്ന തസ്തികയിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത്. അത് കുടുംബശ്രീയിലോ കെക്സോണോ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ടും ആ രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാഷ്ട്രീയ സ്വാധീനമാണെന്നും പക്ഷപാതിത്വമാണെന്നും വളരെ വ്യക്തമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ കൃത്യമായിട്ട് എതിർക്കണം. എതിർത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടന വീണ്ടും അട്ടിമറിക്കപ്പെടും. ഒരു സെൻട്രൽ ഗവൺമെൻറ് നിരന്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചരട് പിടിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണ്, പാവപ്പെട്ടവൻ്റെ ഗവൺമെൻറ്റാണ്, പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്നതാണ്, ഹൃദയപക്ഷത്ത് നിൽക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഇവർക്ക്
ഇവർക്ക് നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ചോദിച്ചാണെങ്കിൽ ഞാനൊരു വാക്ക് ചോദിക്കുകയാണ്, ഇവർക്ക് ഉളുപ്പില്ലേ? ഇവർ വോട്ട് ചെയ്ത, ഇവരെ അധികാരത്തിൽ കയറ്റിയ, ഇവർക്ക് ഈ ഇത്രയും സീറ്റുകൾ കിട്ടാൻ, ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരുടെ പക്ഷക്കാർ മാത്രമല്ലല്ലോ വോട്ട് ചെയ്തത്. അങ്ങനെ മൊത്തം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ കയറിക്കൂടി അതിൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നവർ ഈ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് പരിപാടി നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് ജനാധിപത്യപരമായിട്ട് ഇവിടുത്തെ സാധാരണക്കാരന് നോക്ക്. ഈ കഴിഞ്ഞ സമയത്ത് ഈ സാമ്പത്തിക മേഖലയിലെ പഠന റിപ്പോർട്ട് വന്നിട്ട് ഞെട്ടലോട് കേൾക്കുക. ഞെട്ടിയിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല. എങ്കിൽ പോലും കേരളത്തിലെ ജനസംഖ്യയുടെ 65% ആളുകൾ കടക്കെണിയിലാണ്. ആ കടം വീട്ടാൻ കഴിയാത്ത രീതിയിൽ വേറൊരു രാക്ഷസനെ പോലെ വേറെ മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത് കിടന്നുണ്ട് പിടിമുറുക്കിയിരിക്കുക വീടുകളിലെല്ലാം. ഞാനീ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒന്നും അവരുടെ ജീവിതാവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കണം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള സമയത്ത് ഈ പിന്നെ ബ്ലേഡ് പലിശക്കാർ മൈക്രോ ഫൈനാൻസ് എന്ന് പേരിട്ടുകൊണ്ട് വന്നിട്ട് 64% വരെ പലിശ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലെ കുടുംബിനികൾ നേരം വെളുക്കുമ്പോൾ തെക്കോട്ടും വടക്കോട്ടും ഈ പൈസ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഓടുന്നു ആദ്യം വെപ്രോളൊക്കെ കാണാം. ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ എവിടെ ചെന്ന് ഇത് അവസാനിക്കും? ഇത് അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണക്കാരതിന് തയ്യാറാണ്. നിങ്ങൾ സാധാരണക്കാർ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? അങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നു വിടുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പറഞ്ഞു എന്നതല്ല ഇതിനകത്ത പ്രസക്തി. എന്നെ അത്രമാത്രം ഹർട്ട് ചെയ്തിരിക്കുന്നു. ഈ വിദ്യാഭ്യാസം ചെയ്ത പിന്നെ തൊഴിലില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാരെ ഇങ്ങനെ ചതിക്കാവോ? ഇങ്ങനെ ചതിക്കുമ്പം അതിന് നമ്മൾ കൃത്യമായി മറുപടി കൊടുക്കണം. അല്ലെങ്കിൽ നാളെയും ഇവർ ഒരു കിറ്റ് തന്നോ അല്ലെങ്കിൽ പഞ്ചസാര തന്നോ 2 കിലോ അരി തന്നോ ഒക്കെ കളിപ്പിച്ചിട്ട് പിന്നെ വീണ്ടും അധികാരത്തിൽ വരും. അധികാരത്തിൽ വരേണ്ട സമയം തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ എന്തെങ്കിലും ഉടായ്പായിട്ട് വന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങിച്ച് ഈ നെറുകേട് തന്നെ കാണിക്കും. ഇത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനാധിപത്യപരമായി ഈ രാജ്യത്തെ പൗരനെന്ന നിലയിൽ നിങ്ങളുടെ മനുഷ്യാവകാശവും നിങ്ങളുടെ പൗരാവകാശവും നിങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. അങ്ങനെ കൂട്ടുചേർന്നുകൊണ്ട് എതിർക്കേണ്ടതിന് എതിർക്കണം, ഇല്ലാതാക്കേണ്ടതാണെങ്കിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്ത ഉണ്ടാകണം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും പബ്ലിക് സർവീസ് കമ്മീഷനും ഈ രാജ്യത്ത് ഭരണഘടനാപരമായ സ്ഥാപനങ്ങളാണ്. ആ ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ വരും തലമുറയുടെ തൊഴിൽ മേഖലയുടെ ഒരു സുരക്ഷിതത്വം അസ്തമിച്ചുകൊണ്ട് രാഷ്ട്രീയ പക്ഷപാതിത്വത്തിലൂടെ ചില പ്രത്യേക വിഭാഗത്തിലുള്ള ചില പ്രത്യേകം രാഷ്ട്രീയക്കാർക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഈ ഇടതുപക്ഷം കാണിച്ചിരിക്കുന്നത്. ഇത് അവസാനിക്കണം. എല്ലാവരും ആ വഴിക്കും ആ വിധത്തിലും ചിന്തിക്കണം എന്ന് വളരെ സ്നേഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.